വണ്ടി ഓട്ടോ ഓടിക്കുന്നത്. വെള്ളം അടിച്ചിട്ടാണ് ഇയാൾ ഓട്ടോ ഓടിക്കുന്നത്. ഇതൊക്കെയാടാ ഈ കൊച്ചു കേരളത്തിൽ നടക്കണേ. ഞാൻ പറഞ്ഞു കൊടുത്തു അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സുഡിയോയുടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കൊച്ചെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ചൂടാവുന്നു. വണ്ടി ഓടിക്കാൻ എന്നിട്ട് പിന്നെ അങ്ങനെ നിൽക്കുന്നത്. സ്റ്റിയറിംഗ് ഇപ്പൊ ആളുടെ കയ്യിൽ നിന്ന് വീഴൂന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ സ്റ്റിയറിംഗ് ആണോ വീഴുന്നതാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇയാളുടെ ലൈസൻസ് തന്നെ കട്ട്. ഇത്രയും നേരം നീ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്തൊരു മണ്ടനാണ് ഞാൻ എന്ന് നീ കരുതുന്നുണ്ടോ? മകളും ഉണ്ടെന്ന് തോന്നുന്നു. ഇവരൊക്കെ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ നാളെ ഇത് കാണുന്ന ആൾക്കാർക്ക് അവർക്കൊരു നല്ല ആലോചന വരുമോ? കുടുംബത്തിന്റെ മാനം ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ കൂട്ട് കോൺട്രവേഴ്സി ഉണ്ടാക്കി ഇങ്ങനെ നാണം കിട്ട് നാറി തഴക്കവും പഴക്കമുള്ള ആളുകളല്ല ഇവര്. അത് അപ്പൊ തോന്നിയ ഒരു ബുദ്ധിയല്ല തെമ്മാടിത്തരം. ഇതാണ് നിന്റെയൊക്കെ സംസ്കാരം. പിള്ളേരാണേ എച്ചിത്തരം മാത്രമേ കണ്ട് ശീലിച്ചിട്ടുള്ളൂ. പറഞ്ഞിട്ട് കാര്യം എന്താ? ഉടനെ തന്നെ അവര് ചോദിക്കുവാണ് ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ? ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. എനിക്കൊന്നും മേലായേ ഓർത്തിട്ട് എന്റെ ചങ്ക് പൊടിയുന്നു. ആൾക്കാരുണ്ട് എന്നെ ഓട്ടം വിളിക്കുന്നില്ല. ഞാനിത് കടം എടുത്ത് വെച്ചോണ്ട വണ്ടിയാണ്. എന്നാ ചെയ്യണേ? എന്റെ മാനസിക ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. ഞാൻ അനുഭവിച്ച വീർക്കൂടൽ നിനക്ക് അറിയില്ലടാ. മദ്യപിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല, വെള്ളടിച്ച് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? അതും പൊളിഞ്ഞു. അത് എന്നെ സംഭവിച്ചു. മറ്റുള്ളവരുടെ കഞ്ഞിയിൽ പാറ്റിയിട്ട് അത് വാങ്ങിച്ചിട്ട് റീച്ച് ഉണ്ടാക്കിയിട്ട് അത് കുടിക്കാൻ നിൽക്കുന്ന വെറും ശവം തീനികളാണ് ഇവളമാരെ പോലുള്ളവർ. ഈടെയായിട്ടെ ചിലവന്മാർക്ക് ഓരോ എല്ല് കൂടിയിട്ടുണ്ട്. ഇഞ്ചിതാ എന്ന കുറച്ച് നാറിയ പെൺവർഗ്ഗങ്ങളെ നമ്മൾ മറന്നിട്ടുണ്ടാവില്ല അല്ലെ? ഓരോരുത്തരുടെ ജീവിതം വെച്ച് അമ്മാനമാടി കളിക്കുന്ന കുറെ വർഗ്ഗങ്ങള്. നമ്മളിനി എന്ത് ചെയ്യും? മേലും കീഴും നോക്കാതെ ഓരോന്നും ചാടി പുറപ്പെട്ടാ ഇങ്ങനെ. അതേപോലത്തെ ഒരുത്തിയാണ് ഈ കാണുന്ന ഈ ഫസ്മിന എന്ന് പറയുന്നവള്. പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അല്ല, പോലീസിന് കേസെടുക്കാൻ പറ്റുന്ന ഒരു ക്രൈമാണേ. കുറച്ച് പ്രായമുള്ള മനുഷ്യന്മാരും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അവർക്കൊന്നും ഈ സ്റ്റുഡിയോ ഏതാ എന്നുള്ള കാര്യം ഒന്നും അറിയാൻ പറ്റത്തില്ല. നീയൊക്കെ എന്ത് വന്ന് ചിലച്ചിലും അതിനൊക്കെ ലൈക്കും ഷെയറൊക്കെ അടിക്കാനായിട്ട് കുറെ മൊണ്ണകളുണ്ടാവുമായിരിക്കും. എല്ലാവരും ആ കൂട്ടത്തിൽ പെടുത്തരുത്. അത് നമ്മൾ ഉദ്ദേശിച്ചാണ്. ഒരു മനുഷ്യന്റെ കഞ്ഞിയിൽ പാറ്റിടാനായിട്ടൊക്കെ നിനക്ക് നാണമില്ലേടി? നിനക്ക് റീച്ചിന് വേണ്ടിട്ട് നീ എന്നാ മറ്റേ പരിപാടിയും കാണിക്കും. അത് വേണ്ടാത്ത പണിക്ക് വല്ലതും പോയാൽ ഇടിച്ചതിന്റെ പരിപ്പളക്കം. എന്നോട് പറഞ്ഞെന്താ അറിയോ? സ്റ്റുഡിയോ എന്ന് ചോദിച്ചാൽ ഫോട്ടോ എടുക്കാൻ പോകുന്ന സ്ഥലമല്ലേ മക്കളെ എന്നാ ചോദിച്ചത്. അവര് പറഞ്ഞു സ്റ്റുഡിയോ എന്ന് പറഞ്ഞു. സ്റ്റുഡിയോ എന്നാ നിങ്ങൾക്ക് അറിയോ? അറിയത്തില്ല. ഭാവത്തിന് അറിയാൻ പാടില്ല. എന്തിനാ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണം? നോക്കണ്ട, എല്ലാം സംഭവിക്കാൻ പോണ. കേസ് ഫയൽ ചെയ്യണം. നിയമപരമായിട്ട് നിങ്ങൾ ഇതിന് മുന്നോട്ട് പോകണം. അതെനിക്ക് പറയാനുള്ളൂ. നിയമപരമായിട്ട് നിയമത്തിന്റെ ഏതറ്റം വരെ പോയാലും ഈ മനുഷ്യന് നീതി കിട്ടുന്ന രീതിയിലേക്കായിരിക്കണം ഇത് ഇനി നീങ്ങാൻ പോകുന്നത്. അടുത്ത കേസായി. സ്വാഭാവികം. വെള്ളം അടിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നീ തെളിയിക്കുക. അല്ലാത്ത പക്ഷം കേൾക്കുന്ന തെരുവിടുക കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കുക. തമാശ കളിച്ചങ്ങ് സീരിയസ് ആയി.